ഒരു മാധ്യമപ്രവർത്തകനെ തല്ല് കിട്ടിയെന്ന് പറഞ്ഞൊരു വാർത്ത ഇട്ടു നോക്കുക, എൻ്റെ താഴെ വരുന്ന കമന്റ് മുഴുവൻ വളരെ നന്നായി. തല്ല് കൊടുത്തവൻ അനുകൂലിച്ചിട്ടായി. തല്ല് കൊടുത്തവൻ ഗുണ്ടയാണെങ്കിലും അവർ ചിലപ്പോൾ പറയും താങ്കൾ ഇന്ന പാർട്ടിയുടെ പ്രവർത്തകൻ താങ്കളുടെ രാഷ്ട്രീയത്തോട് വിയോജിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ചെയ്ത പ്രവൃത്തിയെ ഞാൻ അനുമോദിക്കുന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ അടിച്ചത് SDPI കാരനും ഈ കമന്റിട്ട് RSS പ്രവർത്തകനുമായിരിക്കും, ചിലപ്പോൾ തിരിച്ചുമായിരിക്കും. ഇവർ തമ്മിലൊക്കെ ഉള്ള ശത്രുത കേട്ടല്ലോ. ഇതൊന്നും അവിടെ പരിഗണിക്കപ്പെടത്തില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് മാധ്യമങ്ങളെ ഈ നമ്മുടെ ഈ ഒരു കടന്നുകയറ്റമുണ്ടല്ലോ, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു വല്ലാത്ത കടന്നുകയറ്റം, അവരുടെ ദുഃഖത്തിലേക്കുള്ള കടന്നു കയറി ചോദിക്കുക. അത് മാധ്യമ റിപ്പോർട്ടേഴ്സിനെയും പൂർണ്ണമായും കുറ്റം പറയാൻ പറ്റില്ല. ചില സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ ഈ റിപ്പോർട്ടേഴ്സിന്റെ തലയിലേക്ക് ഭയങ്കരമായ സമ്മർദ്ദം കുത്തി നിറയ്ക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മുമ്പ് വർക്ക് ചെയ്തൊരു ചാനലിൽ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു, ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിൽ ആഡ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്ന റിപ്പോർട്ട്സ്, ബ്രേക്കിംഗ്, എക്സ്ക്ലൂസീവ്, പിന്നെ ബിഗ് ബ്രേക്കിംഗ്, ഇതെല്ലാം അതിനകത്ത് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഈ ഗ്രാഫ് അവർ നിശ്ചയിച്ചിരിക്കുന്നതിന്റെ മുകളിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ നമ്മൾ ബോധിപ്പിക്കേണ്ടി വരും.